എല്ലാവരും നഗ്നപാതരായി നഗ്നരായി ഉടുതുണിയില്ലാതെ മഹ്ശറയിലേക്ക് എഴുന്നേൽക്കുമ്പോ മഹദി ആയിഷ ഉമ്മ ചോദിച്ചു റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലേ, അർരിജാലു വന്നിസാഉ യൻളുറു ബഅ്ലുഹും ബഅ്ലാ, ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം നഗ്നത കാണില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക. ആയിഷ, അന്നത്തെ ചിന്ത നഗ്നത നോക്കലല്ല. എല്ലാവരും അന്ന് നഫ്സി നഫ്സി എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. കഠോരമായിരിക്കും അവരുടെ ചിന്ത. ആ ഭാഗത്തേക്ക് അവർ ചിന്തിക്കുന്നതല്ല. അങ്ങനെ സഹോദരങ്ങളെ, അവരെല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. നോക്കൂ, 3 രൂപത്തിലാണ് മഹ്ശറയിലേക്ക് എത്തുന്നത്. ഒന്ന് മുഷാത്തൻ, കാൽനടയാത്രക്കാരായിക്കൊണ്ടാണ്. മറ്റൊന്ന് റുക്ബാന, അള്ളാഹു ചിലർക്ക് വാഹനങ്ങൾ കൊടുക്കും. പടച്ചവനാ വിഭാഗത്തിൽ നമ്മളെ പെടുത്തട്ടെ. മൂന്നാമതൊരു വിഭാഗം, അതാ അവര് വഅലാ വുജൂഹിഹിം, അവരുടെ മുഖത്ത് എഴഞ്ഞുകൊണ്ടാണ് മഹ്ശറയിലേക്ക് എത്തുക. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് മുഖം കൊണ്ട് നടക്കുക? മുത്തുനബി പഠിപ്പിച്ചു, 2 കാലിൽ നടത്തിയ റബ്ബിന് മുഖം കൊണ്ട് നടത്താൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്ന് നടന്ന് ചിലര് മഹ്ശറയിലേക്ക് വരും. നോക്കൂ, ചിലര് വാഹനത്തിലായിരിക്കും. വാഹനത്തിൽ അല്ലാഹു നമുക്ക് നല്ല വാഹനങ്ങൾ നൽകട്ടെ. നോക്കൂ, ഉളഹിയ്യത്ത് അറുക്കാൻ പറഞ്ഞത് നല്ല വാഹനങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹു സമ്മിനൂ ലഹായാക്കും, നിങ്ങളുടെ ബലിമൃഗത്തെ പുഷ്ടിപ്പെടുത്തിക്കോ. ഫൈനഹാ അലസ്സിറാത്തി മതായാക്കും, അത് സിറാത്തിൽ നിങ്ങളുടെ വാഹനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.